വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇനി നമ്മുടെ മുമ്പിൽ 2 ദിവസമേ ഉള്ളൂ എക്സാമിന് അല്ലെ. 18-ാം തീയതി എക്സാം എഴുതുന്നവർക്ക്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. എല്ലാവരും വളരെ കോൺഫിഡൻസോട് കൂടി ഇരിക്കുക. പഠിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ടാവും, എനിക്ക് നന്നായി എക്സാം എഴുതാൻ പറ്റും, ഞാൻ ഈ എക്സാം നേടും എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി വിശ്വാസത്തോടു കൂടി പരീക്ഷ എഴുതുക. ഞാൻ പഠിച്ചിട്ടുള്ളതാണ്. പഠിച്ച കാര്യങ്ങൾ ഭംഗിയായിട്ട് ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയാ, നന്നായിട്ട് ഉറങ്ങാനും അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ കഴിക്കാനൊക്കെ ശ്രമിക്കുക. കൂടുതൽ പുതിയ കാര്യങ്ങളൊന്നും പഠിക്കാതെ പഴയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഇടയ്ക്കൊന്ന് പൊടി തട്ടി എടുക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാട്ടോ മക്കളെ. ഉറപ്പായിട്ടും നിങ്ങൾ നല്ല ഉയർന്ന റാങ്കുകളിൽ എത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ പ്രീവിയസ് ഇയർ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കണേ. മുൻപ് പഠിച്ച ചോദ്യങ്ങൾ തന്നെ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. റിവിഷൻ ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. പ്രീവിയസ് ഇയറിൽ വന്നതായതുകൊണ്ട് 99% അവ ഇനിയും ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പഠിക്കുകയാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്. നമ്മുടെ ആനി ബസന്റിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഈ ആനി ബസന്റ് എന്ത് ഹോം റൂൾ ലീഗ് എന്ന് പറയുന്ന ഒരു സംഘടന ആരംഭിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോ ആനി ബസന്റ് ഹോം റൂൾ ലീഗ് ആരംഭിച്ചത് എവിടെയാണ്? ന്യൂഡൽഹിയാണോ, കൊൽക്കത്തയാണോ, മദ്രാസ് ആണോ, ജയ്പൂർ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആനി ബസന്റ് ഹോം റൂൾ ലീഗ് ആരംഭിച്ചത് എവിടെയാണ്? മദ്രാസിലാണ് എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത ചോദ്യം ഇതാണ്. ഒരു ജേണലിന്റെ പേരാണ്. ജേണൽ ഇതാണ്, മറാത്ത എന്ന ജേണലാണ്. ഈ മറാത്ത എന്ന ജേണൽ ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ആണ് എന്നാണ് ചോദിക്കുന്നത്. ബാല ഗംഗാധര തിലക്, അദ്ദേഹത്തിന്റെ ജേണലാണ് മറാത്ത എന്ന് പറയുന്ന ജേണലിന് ഓർക്കണം. ഇനി അടുത്തത് നമുക്കറിയാം 1942 ക്വിറ്റ് ഇന്ത്യ സമരം ഇന്ത്യയിൽ നടന്നത്. ആ ക്വിറ്റ് ഇന്ത്യ സമരം നടന്നപ്പോ ഇന്ത്യയിലെ വൈസ്രോയ് ആരായിരുന്നു എന്ന് പഠിച്ചു വെക്കണം. ഇന്ത്യയിലെ വൈസ്രോയ് ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ലിൻ ലിത്ഗോ പ്രഭു ആണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യയിലെ വൈസ്രോയ് ആയിരുന്നത് ലിൻ ലിത്ഗോ പ്രഭു ആണ്. ഇനി PSC പബ്ലിക് സർവീസ് കമ്മീഷനിൽ ധാരാളം മെമ്പേഴ്സ് ഉണ്ട് എന്ന് നമുക്കറിയാം. ആ പബ്ലിക് സർവീസ് കമ്മീഷനിലെ മെമ്പേഴ്സിനെ ആർക്കാണ് നീക്കം ചെയ്യാൻ, തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരുടെ പേരാ പറയണ്ടേ? പ്രസിഡന്റിന്റെ പേരാണ് പറയേണ്ടത്. ആരാണ്? പ്രസിഡന്റ് ആണ്. ഇനി അടുത്തത് മൗലിക കടമകളെ കുറിച്ച് നമുക്കറിയാം. മൗലിക അവകാശങ്ങളും മൗലിക കടമകളൊക്കെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ട് എന്നുള്ളത്. അങ്ങനെ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്ന് കടമെടുത്തു എന്ന് ചോദിച്ചാൽ ഉത്തരം നമ്മൾ പറയണം സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് കടമെടുത്തത്. എവിടെ നിന്നാണ്? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് കടമെടുത്തത്. ഇനി നമ്മുടെ രാജ്യസഭയില് വൈസ് ചെയർമാൻ ആവാൻ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ്? രാജ്യസഭ വൈസ് ചെയർമാൻ പദവിയിലിരിക്കാൻ ഒരു വ്യക്തിക്ക് 30 വയസ്സ് ആവശ്യമാണ്. ഇനി നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പലതരത്തിലുള്ള സ്വാതന്ത്ര്യം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലും മതസ്വാതന്ത്ര്യവും ഉണ്ട്. ഈ മതസ്വാതന്ത്ര്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം ആർട്ടിക്കിൾ 25 ആണ് എന്നുള്ളത്. ഇനി അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തെ കുറിച്ച്. അപ്പൊ ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തില് കുറേയധികം വ്യക്തികൾ പങ്കെടുത്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം അല്ലെ. ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തില് എന്താ പറയുന്നത്, സത്യാഗ്രഹം നമ്മുടെ അവസാനിപ്പിക്കുകയാണ് കേളപ്പൻ ട്ടോ. അപ്പൊ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത് 1932 ഒക്ടോബർ മാസം 2-ാം തീയതിയാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ആരുടെ അഭ്യർത്ഥന പ്രകാരമാണ് അദ്ദേഹം ഇങ്ങനെ ഈ സത്യാഗ്രഹം അവസാനിപ്പിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാത്മാഗാന്ധി എന്നാണ്, അല്ലെങ്കിൽ ഗാന്ധിജി എന്നാണ് നമ്മൾ ഉത്തരം പറയേണ്ടത്. മെമ്മോറിയലുകൾ, ഈഴവ മെമ്മോറിയല് 2 മെമ്മോറിയൽ ഉണ്ട്. അതിൽ 2-ാം ഈഴവ മെമ്മോറിയലിനെ കുറിച്ച് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം ഇതാണ്. ഈ 2-ാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് 1900 എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അത് ആർക്കാണ് സമർപ്പിച്ചത് എന്നാണ് ചോദ്യം. കേഴ്സൺ പ്രഭുവിനാണ്. ലോർഡ് കേഴ്സൺ പ്രഭു അല്ലെ. ലോർഡ് എന്ന് പറഞ്ഞാൽ പ്രഭു. അപ്പൊ കേഴ്സൺ പ്രഭുവിനാണ് അത് സമർപ്പിച്ചത്. ഇനി നമ്മൾ ഇക്കണോമിക്സ് പഠിക്കുമ്പോൾ വളരെ നിർബന്ധമായിട്ട് പഠിക്കേണ്ട പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് സെബി എന്നത്. ഇതിന്റെ പൂർണ്ണ രൂപം എന്ത് എന്നാണ് പരീക്ഷയ്ക്ക് ചോദിച്ചേക്കണേ. സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെക്യൂരിറ്റി എക്സ്ചേഞ്ച്
ബോർഡ് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് സെബിയുടെ പൂർണ്ണരൂപം എന്ന് മനസ്സിലാക്കി വെച്ചോളൂ. ഇനി അടുത്തത് അഗ്നി. നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു പേരാണ് അഗ്നി. അടുത്ത കേട്ടിട്ടുള്ളതാണ് സൂര്യ. ഇതൊക്കെ തന്നെ ഇന്ത്യൻ പ്രതിരോധത്തിന്റെ ഭാഗമായി കേട്ടിട്ടുള്ള പേരുകളാണ്. ഈ പേരുകൾ എന്തുമായി ബന്ധപ്പെട്ടവയാണ് എന്നാണ് ചോദ്യം. അഗ്നിയും അതുപോലെ തന്നെ സൂര്യയും എന്താണ്? മിസൈലുകളാണ് എന്ന് നമ്മൾ ഓർത്തു വെക്കണം. ഇനി അടുത്തത് നീലഗിരി താർ അല്ലെങ്കിൽ വരയാട് അല്ലെ. നീലഗിരി താർ അഥവാ വയനാടിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇതിനെ സംരക്ഷിക്കാൻ പ്രോജക്ട് നീലഗിരി താർ കൊണ്ടുവന്നത് ആരാണ്? പ്രോജക്ട് നീൽഗിരി താറ് ആരംഭിച്ചത് ആര് എന്നുള്ളതാണ് ചോദ്യം. തമിഴ്നാട് ഗവൺമെന്റ് ആണ്. ആരാണ് ആരംഭിച്ചത്? തമിഴ്നാട് ഗവൺമെന്റ് ആണ്. കേരളത്തിൽ ഇപ്പോ നമുക്കറിയാം എല്ലാ ഗവൺമെന്റ് സ്കൂളുകളിലും എന്തുണ്ട്? സ്കൂൾ ബസ്സുകൾ നമ്മളുണ്ട് അല്ലെ. ആ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാനായിട്ട് രക്ഷിതാക്കൾക്ക് മൊബൈൽ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പിന്റെ പേര് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വിദ്യാവാഹൻ ആപ്പ് എന്നാണ് പറയാ. എന്താണ് ആപ്പിന്റെ പേര്? വിദ്യാവാഹൻ ആപ്പ് എന്നാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ എല്ലാവർക്കും അറിയുന്നതാണ് യുണൈറ്റഡ് നേഷൻ എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ അഥവാ യുനെസ്കോ എന്ന് പറയുന്നത്. ഈ യുനെസ്കോ ലോക പൈതൃക പട്ടിക പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ആ യുനെസ്കോന്റെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ രണ്ടാമത്തെ കലാരൂപം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം മുടിയേറ്റ് ആണ്. രണ്ടാമത്തെ കലാരൂപത്തിന്റെ പേരെന്താണ്? മുടിയേറ്റ് എന്ന കലാരൂപമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ചോദ്യമാണ്. ഇനി എല്ലാവർക്കും അറിയുന്ന ഒരു അവാർഡിന്റെ പേരാണ് അർജുന അവാർഡ് എന്നത്. ഈ അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് സി ബാലകൃഷ്ണൻ എന്നാണ്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി സി ബാലകൃഷ്ണനാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ISRO ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ പുതിയ വാണിജ്യ വിഭാഗം ഏതാണ്? ISROന്റെ പുതിയ വാണിജ്യ വിഭാഗത്തിന്റെ പേര് ഇതാണ്. ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ഇനോഗ്രേറ്റ് ചെയ്തത് 2019 മാർച്ച് മാസം 6-ാം തീയതിയാണ്. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാംഗ്ലൂർ ആണ് ആസ്ഥാനം. അടുത്തത് ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3 മൂന്നെണ്ണം ഉണ്ട് അല്ലേ. നമ്മള് ഇതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഈ മൂന്നാമത്തെ ചന്ദ്രയാൻ വിക്ഷേപിച്ചത് എന്നാ 2023 ജൂലൈ മാസം 14-ാം തീയതി. ഇനി മലപ്പുറം ജില്ലയിൽ താനൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ബോട്ട് അപകടം നടന്നതായി നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ബോട്ട് അപകടം അന്വേഷിച്ച കമ്മീഷന്റെ പേര് എന്താ? VK മോഹൻ കമ്മീഷൻ. VK മോഹൻ കമ്മീഷൻ. ഇനി നമുക്ക് അറിയുന്ന ഒരു ചോദ്യമാണ് വെള്ളായണി വിഭാഗത്തിൽ വെള്ളായണി ഹ്രസ്വ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ത് എന്നാണ് ചോദ്യം. ഇത് ഒരു കിഴങ്ങ് വർഗമാണ്, ഒരു വിളയാണ്. കിഴങ്ങ് വർഗത്തിൽപ്പെട്ട വിളയാണ് വെള്ളായണി ഹ്രസ്വ എന്നത്. ഇനി അടുത്ത ചോദ്യം എന്താണെങ്കിൽ വന്യജീവികൾ. ഈ വന്യജീവികളെ സംരക്ഷിക്കാൻ നമ്മൾ പല പദ്ധതികളും കൊണ്ടുവന്നുണ്ട്. ഈ വന്യജീവികളെ സംരക്ഷിക്കുന്നതിനൊപ്പം ചരിത്ര സ്മാരകങ്ങളും നമ്മൾ സംരക്ഷിക്കും. ഈ ചരിത്ര സ്മാരകങ്ങളും സംരക്ഷിക്കും, അതുപോലെ തന്നെ പ്രകൃതി വിഭവങ്ങളും സംരക്ഷിക്കും. ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ആരംഭിച്ചത് എന്താണ് എന്നാണ് ചോദിക്കും. അതിന്റെ പേര് നാഷണൽ പാർക്കുകൾ. അപ്പൊ വന്യജീവികളെ സംരക്ഷിക്കുക, ചരിത്ര സ്മാരകങ്ങളെ സംരക്ഷിക്കുക, പ്രകൃതി വിഭവങ്ങളൊക്കെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ എന്താ പറയാ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വനമേഖല ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഷണൽ പാർക്കാണ്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മള് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. പലതും എല്ലാം തന്നെ പഠിച്ചിട്ടുള്ളതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ഒരു റിവിഷൻ ആയിട്ട് ഇത് കണ്ട് പഠിച്ചു വെക്കുക കേട്ടോ.